إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന വീട്, സഞ്ചരിക്കുന്ന വാഹനം തുടങ്ങി നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തൊട്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ ഇസ്ലാം നൽകപ്പെട്ടുവെന്നതാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, ഒരിക്കലും എണ്ണി തീർക്കാൻ കഴിയാത്ത, നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. അത്രമാത്രം അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് അനുഗ്രഹദാതാവായ റഹ്മാനായ റബ്ബ് പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ വിളിക്കുകയാണ്. സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സ്മരിക്കണം. പല ആയത്തുകളിലായി ഈ ഒരു കൽപ്പന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇവിടെ മുഴുവൻ മനുഷ്യരെയാണ് വിളിച്ചതെങ്കിൽ വിശ്വാസികളെ മാത്രം വിളിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് അഹ്സാബിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. ഇവിടെ യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها. സൂറത്ത് അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് 10,000-ഓളം വരുന്ന ശത്രുക്കളെ ഒരു യുദ്ധമില്ലാതെ തന്നെ തുരത്തിയ വിശ്വാസികൾക്ക് ആ നിലക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെ അനുസ്മരിക്കുകയാണ്. ഇനി സൂറത്ത് മാഇദയിലേക്ക് വന്നാൽ അവിടെയും യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, വിശ്വാസികളെ നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും. വിശ്വാസികളെ, നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ അവരുടെ കരങ്ങൾ നീട്ടിയപ്പോൾ അവരുടെ കരങ്ങളെ നാം നിങ്ങൾക്ക് തടുത്തു നിർത്തി തന്നു എന്ന് അവിടെ എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. ഈ ആയത്ത്, സൂറത്ത് മാഇദയിലെ ഈ ആയത്ത് 2 അവസരങ്ങളിൽ ഇറക്കപ്പെട്ടതാണ്. ഒന്ന് ഫീ അമർ സംഭവവുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തത് ബനൂ നളീർ ഗോത്രക്കാരുടെ ഇടയിൽ നടന്ന സംഭവം.
ദി അമർ എന്നതൊരു സ്ഥലപ്പേരാണ്. അവിടെ നടന്നൊരു സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഗസ്വത്തു ദി അമർ എന്നാണ് അറിയപ്പെടുക. അവിടെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല, പക്ഷെ ഗസ്വത്തു ദി അമർ എന്നറിയപ്പെടും. ദി അമറിൽ നജ്ദിന്റെ ഭാഗമാണ് ദി അമർ എന്ന് പറയുന്നത്, നജ്ദിന്റെ ഭാഗത്താണ്. അവിടെ സഅലബ, മുഹാരിബ്, രണ്ട് ഗോത്രങ്ങൾ അറേബ്യൻ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗമാണ്. അവിടെയുള്ള രണ്ട് ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ വന്ന് ഒളിയാക്രമണം നടത്താൻ വേണ്ടി അവർ തീരുമാനമെടുക്കുകയാണ്. അപ്രതീക്ഷിതമായി മദീനയെ അറ്റാക്ക് ചെയ്യുക എന്നതാണ് അവരുടെ ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ തീരുമാനിച്ച അവരുടെ ഒളി അജണ്ട. ഈ വിവരം സഅലബ ഗോത്രത്തിലെ ജബ്ബാർ അസ്-സഅലബി എന്ന വ്യക്തി മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം അറിയിക്കുകയാണ്. ഈ രണ്ട് ഗോത്രങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ജബ്ബാർ അസ്-സഅലബി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഈ തീരുമാനം അറിഞ്ഞപ്പോ അവർ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ മുമ്പ് 450 സഹാബികളെ കൂട്ടിയിട്ട് ഈ അമറിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്രതീക്ഷിതമായ അവരുടെ മുന്നിൽപ്പെട്ട അവരുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന മലകളുള്ള പ്രദേശമാണ്. മലകളിലേക്ക് അവർ ഉൾവലിയുകയാണ് ഉണ്ടായത്. മലയിറങ്ങിയവർ വരുന്നില്ല. ഒരു മാസത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെയിറ്റ് ചെയ്തു, പക്ഷെ അവരിറങ്ങിയില്ല. അവസാനം മടങ്ങിപ്പോരാനുള്ള തീരുമാനമെടുത്ത സന്ദർഭത്തിൽ ശക്തമായ മഴ പെയ്തു. പ്രവാചകനും സഹാബത്തുമൊക്കെ ആ മഴയിലാകെ നനഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന വസ്ത്രം പിടിഞ്ഞ് ഉണക്കാനിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന് താഴെ വിശ്രമിക്കുകയാണ്. ഈ കാഴ്ച ഈ രണ്ട് ഗോത്രങ്ങളുടെ സഅലബ്, മുഹാരിബ് എന്നീ രണ്ട് ഗോത്രങ്ങളുടെ നേതാവായിരുന്ന ദുഅ്സൂർ ഇബ്നു ഹാരിബ് അസ്-സഅലബി അദ്ദേഹം ഈ വിവരം ഇതിങ്ങനെ കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് മലമുകളിൽ നിന്ന് കണ്ട അദ്ദേഹം തന്റെ വാളുമായി മലയിറങ്ങി ഓടി വരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ദുഅ്സൂർ ചോദിക്കുകയാണ്, മൻ യംനഉക മിന്നി, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് ആരാണ് താങ്കളെ രക്ഷപ്പെടുത്തുക? എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളയുണ്ട് എന്ന് പറഞ്ഞു. ദുഅ്സൂർ പിന്നീട് പറയുകയാണ്, എന്റെ മുന്നിൽ ഒരു പ്രത്യേകമായ രൂപം പ്രത്യക്ഷപ്പെടുകയും എന്റെ നെഞ്ചത്തിടിക്കുകയും ചെയ്തു. ഞാൻ വീണു, എന്റെ കയ്യിൽ നിന്ന് വാളും വീണു. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്ത് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം അദ്ദേഹത്തോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, മൻ യംനഉക മിന്നി, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് താങ്കളെ ആര് രക്ഷിക്കും? അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി മലമുകളിൽ നിന്ന് ഓടിയിറങ്ങി വന്നതാണ്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രണ്ട് ഗോത്രം അതിന് മുകളിലുണ്ട്. അവർ ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ പോയതുപോലെയല്ല അദ്ദേഹം തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ മുഖം മാറിയിട്ടുണ്ട്. അവർ ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറയുകയാണ്, ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വലിയ ആൾരൂപം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്കത് കാണാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത് അതൊരു മലക്കായിട്ടാണ് എന്ന്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ രണ്ട് ഗോത്രത്തെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം. ഈ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് സൂറത്ത് മാഇദയിലെ യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, വിശ്വാസികളെ, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. ഇദ് ഹമ്മ ഖൗമുൻ അയ്യബ്സുതു ഇലൈക്കും ഐദിയഹും, നിങ്ങൾക്ക് നേരെ അവരുടെ കരങ്ങൾ നീട്ടിയപ്പോ, നിങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ കരങ്ങൾ അവർ നീട്ടിയപ്പോ, ഫകഫ ഐദിയഹും അൻകും, നിങ്ങളെ തൊട്ട് അവരുടെ കരങ്ങളെ അല്ലാഹ് തടുത്തു നിർത്തുകയുണ്ടായി എന്ന്
ഈ ആയത്ത് അവതരിക്കപ്പെടാനുണ്ടായ ഒരു കാരണം ഇമാം ഇബ്നു ജരീർ തുമരി മറ്റൊരു സന്ദർഭവും കൂടി ആയത്തിറങ്ങിയതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാം. മദീനയിലെ ജൂതഗോത്രമാണ് ബനൂ നദീർ ഗോത്രം. ഈ ബനൂ നദീർ ഗോത്രവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭാഷണം നടത്താൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അവരുടെ ക്ഷണപ്രകാരം അവർ വരാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, അതായത് രണ്ടാളുകൾ വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദിയയുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി, ആ രണ്ടാളുകളുടെ വിഷയത്തിലുള്ള ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരാൻ പറഞ്ഞതാണ്. ബനൂ നദീർ ഗോത്രത്തിന്റെ കോട്ടക്കടിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു നിൽക്കുകയാണ്. അവർ പ്രവാചകനെ ക്ഷണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പ്രവാചകൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ കോട്ടയുടെ ചുമരിനടിയിൽ ഇരിക്കുമ്പോഴാണ് കോട്ടക്കകത്ത് നിന്ന് അവർ സംസാരിക്കുന്നത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കല്ല് ഉരുട്ടിയിട്ടിട്ട് പ്രവാചകനെ വധിക്കുക എന്ന അവരുടെ ഗൂഢശ്രമം, ആ സംസാരം ആ കോട്ടക്കകത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നിന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് ഇവരുടെ തീരുമാനം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ആ കല്ലുരുട്ടി മുകളിലെത്തിയ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം. അതിനെ തുടർന്നാണ് പിന്നീട് ബനൂ നദീർ ഗോത്രത്തെ മദീനയിൽ നിന്ന് നാടുകടത്തുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആയത്ത് അവതരിക്കപ്പെടുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും അയ്ദിയഹും ഫകഫ അയ്ദിയഹും അൻകും. വിശ്വാസികളെ വിളിച്ച് വിശ്വാസികൾക്ക് നൽകപ്പെട്ട അല്ലാഹുവിന്റെ നിഅമത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കാനുള്ള കൽപ്പന നമുക്ക് കാണാം. ഇവിടെ സൂറത്തു ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർക്കണം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ നിഅമത്തിനെ ഓർക്കുക? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകപ്പെട്ട നിഅമത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ നിഅമത്തിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഖൽബിൽ വേണം. ഖൽബിൽ മാത്രമുണ്ടായാൽ പോരാ, ലിസാനിലും വേണം. ഖൽബിലൂടെയും ലിസാനിലൂടെയും ഹൃദയത്തിലൂടെയും നാവിലൂടെയും അത് പ്രഖ്യാപിക്കാൻ കഴിയണം. ഹൃദയത്തിലുണ്ടായിട്ട് നാവിലൂടെ അത് പറയാതിരുന്നാൽ അത് കിത്മാനാണ്, അത് മറച്ചുവെക്കലാണ്, അത് പാടില്ല. ഇനി അതല്ല, ഖൽബിലില്ലാതെ നാവിലൂടെ പറഞ്ഞാൽ, ഖൽബിലിടമില്ലാതെ നാവിലൂടെ പറഞ്ഞാൽ അത് ഹദിയാനാണ്, അത് വെറും അധര വ്യായാമമാണ്. അപ്പൊ നിഅമത്തിനെ കുറിച്ചുള്ള ബോധം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നിഅമത്തിനെ നമ്മളൊന്ന് ഖദറാക്കി നോക്കുക, കണക്കാക്കി നോക്കുക. അല്ലാഹുവിന് ധാരാളമായിട്ട് നന്ദി കാണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നിഅമത്തിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന നിഅമത്ത് കിട്ടി എന്ന് പറയലല്ല. പിന്നെന്താണ്? ദിക്റിന്റെ ലാസിമാണ് ഉണ്ടാവേണ്ടത്. അത് ശുക്റാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ശുക്ർ നമ്മൾ അർപ്പിക്കുക എന്നതാണ്. നിഅമത്ത് സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ നിഅമത്തിനെ സൃഷ്ടിക്കുക മാത്രമല്ല, ആ നിഅമത്തിനെ അതിന്റെ ആളുകളിലേക്ക് റഹ്മാനായ റബ്ബ് എത്തിക്കുകയും ചെയ്തു. അല്ലാഹ് ആ ആയത്തിൽ തുടർന്ന് ചോദിക്കാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. അല്ലാഹയല്ലാതെ വല്ല ഖാലിഖും നിങ്ങൾക്കുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശ ഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന സൃഷ്ടാവ് വല്ലതും ഉണ്ടോ? ഖാലിഖിയത്തിന്റെ തേട്ടമാണ് റാസിഖിയത്ത് എന്ന്. ഖാലിഖായവൻ റിസ്ക് നൽകിയിട്ടില്ലെങ്കിൽ അത് അനീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് അന്നം നൽകുകയും ചെയ്തു. ഇവിടെ റിസ്കിന്റെ 2 സോഴ്സുകളെ എടുത്തു പറഞ്ഞതിൽ നിന്ന് റിസ്കിന്റെ വൈവിധ്യത്തെ നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നു. ആകാശത്ത് നിന്ന് അല്ലാഹു നൽകിയ വെള്ളം, അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് നൽകപ്പെട്ട റിസ്കാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മന്ന നൽകപ്പെട്ടത്. നൂർ, പ്രകാശം, ആകാശത്ത് നിന്നുള്ള പ്രകാശം വഴിയാണ് ഭൂമിയിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നത്. ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാ ധാന്യങ്ങളും മുളയ്ക്കുന്നത് ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച നൂറിലൂടെയാണ്. ഭൂമിയിലുള്ള റിസ്ക് നമ്മൾക്കറിയാം. ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം കണക്കിന് റിസ്ക്
അല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖാലിഖ് അള്ളയാണ്, റാസിഖ് അള്ളയാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഖാലിഖിയത്തും റാസിഖിയത്തും മക്കയിലെ മുശ്രിക്ക് അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഇലാഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല. അവരോടാണ് അല്ല ചോദിക്കുന്നത്, ഇതെല്ലാം നൽകിയ ഇതൊക്കെ നൽകിയ റബ്ബ്, ആ റബ്ബിന് എന്തുകൊണ്ട് നിങ്ങൾ ആരാധന അർപ്പിക്കുന്നില്ല? ലാ ഇലാഹ ഇല്ലാഹു. തുടർന്ന് പറയുന്നതാണ്, ആ ഖാലിഖിയത്തും റാസിഖിയത്തും നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഇലാഹിയത്ത് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. അവരോട് ചോദിച്ചാൽ സൂറത്തു യൂനുസിൽ കുൽ, നബിയെ ചോദിക്കുക അവരോട്, മയ്യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാ എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്ക് പറഞ്ഞിരുന്നു അത് അള്ളയാണ് എന്ന്. അത് അള്ളയാണ് എന്ന്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ഖാലിഖാരാണെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി യഖൂലുന്നല്ലാഹ്, അത് അള്ള തന്നെയാണ്. ആകാശഭൂമികളെ മാത്രമല്ല, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ തന്നെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇലാഹിയത്ത് അവർ അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സഹാബി സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് ഇദ്ദേഹവുമായി സഈദ് ബിൻ സൈദിന്റെ പിതാവായ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ സന്ധിച്ചിട്ടുണ്ട്. ബനു അദി ഗോത്രക്കാരാണവർ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാണ് സഈദ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ഫാത്തിമയുടെ ഭർത്താവായ സഈദ്, അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീനിൽ എണ്ണപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് സയ്യിദ് ബിൻ അംർ. ഈ സയ്യിദ് ബിൻ അംറുമായി നുബുവത്തിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സന്ധിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഈദിന്റെ പിതാവായ സയ്യിദ് ബിൻ അംറിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അദ്ദേഹത്തിന് സ്വർഗത്തിൽ 2 തോട്ടങ്ങളുണ്ട്. സ്വർഗത്തിൽ അദ്ദേഹത്തിന് 2 തോട്ടങ്ങളുമുണ്ട്. പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ ജീവിച്ച മനുഷ്യനാണ് സയ്യിദ് ബിൻ അംർ. അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകൻ പറയണം, അദ്ദേഹത്തിന് സ്വർഗത്തിൽ 2 തോട്ടങ്ങളുണ്ട്. എന്റെയും ഈസ ബിൻ മറിയമിന്റെയും ഇടയിൽ ഒരു ഉമ്മത്തായിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കപ്പെടും ഖിയാമത്ത് നാളിൽ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവരപ്പെട്ട സന്ദർഭത്തിൽ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിനെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആലിഹത്തിന് വേണ്ടി അറുക്കപ്പെട്ടത് ഞാൻ തിന്നുകയില്ല. നിങ്ങളുടെ ആലിഹത്തിന് വേണ്ടി അറുക്കപ്പെട്ടത് ഞാൻ ഭക്ഷിക്കുകയില്ല. പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ട ഭക്ഷണം ആലിഹത്തിന്റെ പേരിലുള്ളതായതുകൊണ്ടല്ലത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പോ ശേഷമോ അത്തരത്തിൽ വിഗ്രഹങ്ങളുടെ പേരിലോ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതോ ആ നിലക്കുള്ള ശുക്രൻ പരിപാടികളിലോ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ ഒന്നിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിട്ടില്ല. മറിച്ച് അവിടുത്തെ ഒരു പൊതു സ്വഭാവമായിരുന്നു അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് വലിയ കാര്യമായി ഭക്ഷിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതുപോലെ തന്നെ. ആ പൊതു സ്വഭാവത്തെ അദ്ദേഹം എതിർക്കുകയാണ്. അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, എന്ത്, നിങ്ങളുടെ ആലിഹത്തിന്റെ പേരിൽ അറുക്കപ്പെട്ടത് ഒരിക്കലും തന്നെ ഞാൻ ഭക്ഷിക്കുകയില്ല. അതിനെ അവരുടെ ആ പൊതു സ്വഭാവത്തെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഹദീസിൽ വിഗ്രഹങ്ങളുടെ പേരിൽ ആടിനറുക്കുമ്പോ ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ പറയുമായിരുന്നു, നിങ്ങൾ അറുക്കുന്ന ആട്, ആ ആടിനെ പടച്ചത് അള്ളയാണ്. ആ ആടിന് കുടിക്കാനുള്ള വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കിയവൻ അള്ളയാണ്. ആ ആടിന് കഴിക്കാൻ അവനിറക്കിയ വെള്ളം മുഖേന അവൻ തന്നെയാണ് അതിനുള്ള സസ്യങ്ങൾ, അതിനുള്ള പുല്ല് മുളപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നിങ്ങൾ അറുക്കുകയാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ അവിടെ ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും.
അദ്ദേഹവുമായി പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളും അവരിലുണ്ടായിരുന്നു. ശിർക്കിന്റെ ഗൗരവം അറിയുന്ന മുവഹ്ഹിദുകൾ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. തികച്ചും ന്യായമായ കാര്യങ്ങളാണ്. അത് നൽകിയത് അല്ലാഹുവാണ്. റാസിഖിയത്ത് അഹദ എന്നതാണ്. എങ്ങനെയാണ് പിന്നെ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? ഇന്ന് അന്നത്തെ മുശ്രിക്കുകളെക്കാൾ പല പ്രാസംഗികരും വ്യതിചരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണുന്നു. അന്ന് ഖാലിഖിയത്തും റാസിഖിയത്തും അള്ളാഹുവിന്റെ സിഫത്താണ് എന്നുള്ളത് അവർ അംഗീകരിച്ചിരുന്നു. ഇലാഹിയത്തിന്റെ പേരിലാണ് അവർ തെറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് കോഴിക്കോട് മണവൂരിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഖാലിഖിയത്തും റാസിഖിയത്തും ഇലാഹിയത്തും വകവെച്ചു കൊടുക്കുന്ന മുസ്ലിം നാമധാരികളെ, മുസ്ലിം പുരോഹിതന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സൂഫി ചിന്തകൾ തീവ്രമായപ്പോ റുബൂബിയ്യത്ത് വരെ ശൈഖന്മാർക്ക് വകവെച്ചു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയാണ്. ഹല്ലാജിന്റെയും ഇബ്നു അറബിയുടെയും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ റുബൂബിയ്യത്ത് പടപ്പുകൾക്ക് വകവെച്ചു കൊടുത്തു നമുക്ക് കാണാൻ കഴിയും. ആരാന്റെ ആടിനെ തിന്നിട്ട് എല്ല് മാത്രം ബാക്കിയാക്കിയിട്ട് ആ ആടിന്റെ ഉടമക്ക് ആടിനെ തിരിച്ചു കൊടുക്കണം. തിന്ന എല്ല് കൂട്ടിയിട്ടിട്ട് കുംബിനി, ഞാനാ പറയുന്നത്, എന്റെ അനുവാദത്തോടു കൂടി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ആടിനെ എഴുന്നേൽപ്പിച്ച് ജീവൻ വെപ്പിച്ചു കൊടുത്ത കഥകൾ. കോഴിയോട്, ചത്ത കോഴിയോട് കൂകിപ്പറക്കാൻ പറയുക, ഈ നിലക്കുള്ള കഥകൾ. ഇത് പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? സൂഫി കിതാബുകളിൽ പറയുന്നത് അന റബ്ബുക്കുമുൽ അഅല. ആരാ പറഞ്ഞത്? ഫിറഔനാണ് പറഞ്ഞത്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔനിൽ അല്ലാഹു സന്നിവേശിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹു സന്നിവേശിച്ചിരിക്കുന്നു ഫിറഔനിൽ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളൂ. ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വഴിയിലെത്തിയിട്ടുള്ളൂ. അന റബ്ബ്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അല്ല സന്നിവേശിച്ചത് ഫിറഔനിലാണ് എന്ന് വരെ പറഞ്ഞ്, അപ്പൊ ഫിറഔനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞ് ഈ നിലക്ക് തസവൂഫ് പിന്നെ തലയിൽ കയറിയാലുള്ള കുഴപ്പം എത്ര വലുതാണ് എന്നുള്ളത് ഇത് നമ്മളെ ബോധ്യപ്പെടുത്താണ്. ഈ സൂഫി ചരിത്രമാണ് ഇന്ന് പലരും പല വേദികളിൽ പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മടവൂർക്കാരൻ അനല്ലാ, ഞാനാണല്ല, ഫിറഔൻ പറഞ്ഞ പോലെ അനല്ലാ എന്ന് പറയുന്നത്. അന്ന് അനല്ല പറഞ്ഞവരാണ് ഈ ഹല്ലാജിയും ഇബ്നു അറബിയും ഒക്കെ. അന്നത്തെ ഇസ്ലാമിക കോടതി അവരെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അതെ, ആ അനല്ലയാണ് ഇങ്ങനെ കൈമാറി ഈ നിലക്ക് ചത്തതിനോട് ജീവിക്കാൻ പറയുന്നതും ഇതുപോലെ പറപ്പിച്ച് വിട്ടതും പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്ന കഥയും ആ ഒരു പാരമ്പര്യത്തിൽ വരുന്നതാണ്. ശാഫിഈ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന 3 പണ്ഡിതന്മാരുണ്ട്. ഒന്ന് ജലാലുദ്ദീൻ സുയൂത്തി, രണ്ടാമത്തത് ജലാലുദ്ദീൻ മഹല്ലി, മൂന്നാമത്തത് മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ഖതീബ് ശർബീനി എന്നറിയപ്പെടുന്ന ഈ 3 പണ്ഡിതന്മാർ. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് കൃത്യമായ നിർവചനം കൊടുത്തത് കാണാം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഫിൽ വുജൂദി ഇല്ലാഹു, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഫിൽ വുജൂദി ഇല്ലാഹു, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ഉണ്മയുടെ ലോകത്ത് അല്ലാഹു അല്ലാത്ത മറ്റാരുമില്ല. ഇന്ന് ഞങ്ങൾ ഈ 3 പണ്ഡിതന്മാരെ, ശാഫിഈ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ഈ 3 പണ്ഡിതന്മാരെ പറഞ്ഞത് ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ് എന്ന് പറയുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയുക പലപ്പോഴും ലാ ഖാലിഖ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു എന്നതിനും ലാ ഖാലിഖ ഇല്ലാഹു, അല്ലാതെ ഖാലിഖില്ല, അല്ലെങ്കിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ല അല്ലാതെ മറ്റൊന്നുമില്ല. ഖാലിഖിയത്തും റാസിഖിയത്തും അത് അംഗീകരിക്കുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്ക്. നമ്മൾ പറഞ്ഞു അവരോട് പോയിട്ട് അല്ലാതെ ഖാലിഖില്ല എന്ന് പറയേണ്ട ആവശ്യത്തിന് ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ഒരു പ്രവാചകൻ കടന്നു വരേണ്ടതില്ല. പക്ഷേ അവിടെ അത് അവർ അംഗീകരിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. പക്ഷെ ഇലാഹിയത്താണ് അവർ അംഗീകരിക്കാത്തത്. ഇവിടെ ഈ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ തഫ്സീറുകളിൽ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവചിച്ചത് കാണാം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്. ഇന്ന് ദറസുകളിൽ ഓതി പഠിക്കുന്ന കിതാബാണ്
തഫ്സീറാണ് തഫ്സീർ ജലാലൈൻ. ജലാലൈനി എന്ന് പറയുന്നത് ഉസ്താദും ശിഷ്യനും കൂടി എഴുതിയതാണ്. ജലാലുദ്ദീൻ സുയൂത്തി എന്ന ശിഷ്യനും അദ്ദേഹത്തിന്റെ ഉസ്താദായ ജലാലുദ്ദീൻ മഹല്ലി ഇവർ രണ്ടുപേരും കൂടി എഴുതിയ തഫ്സീറാണ് തഫ്സീർ ജലാലൈൻ. സൂറത്തു കഹ്ഫ് മുതൽ സൂറത്തു നാസ് വരെ ഉസ്താദ് എഴുതി, ജലാലുദ്ദീൻ മഹല്ലി എഴുതി. ഫാത്തിഹ കൂടി എഴുതിയപ്പോൾ അദ്ദേഹം ബഖറ മുതൽ സൂറത്ത് ഇസ്രാ വരെ വെറും 40 ദിവസം കൊണ്ട് അദ്ദേഹം ആ തഫ്സീർ പൂർത്തിയാക്കിയത്. എന്നിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മീഖാത്തിന് പോയ ആ മൗഇദ് 40 ദിവസത്തോട് തുലനപ്പെടുത്തിയിട്ട് അദ്ദേഹം ആ വിഷയം പറയുന്നത്. ഇവരെ ഇവിടെ അനുസ്മരിച്ചത് നമ്മൾ ശാഫിഈ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ഈ പണ്ഡിതന്മാർ പോലും കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ നിലക്ക് നിർവചിച്ചു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അൽ ഖതീബ് മുഹമ്മദ് ബിൻ അഹ്മദ് അശ്ശർബീനി, അദ്ദേഹത്തിന് തഫ്സീർ അശ്ശർബീനി എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്. അതിലും ഇതേ രൂപത്തിലുള്ള നിർവചനം കൃത്യമായി അദ്ദേഹം നൽകിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഖാലിസായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ കഴിയണം. അല്ലാഹ് പറയാണ് വഇസ്സതി വജലാലി വഅളുമതി വകിബിരിയായി, എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. അല്ലാഹ് പറയാണ് എന്റെ മഹത്വം തന്നെയാണ് സത്യം. വജലാലി വഅളുമതി, എന്റെ മഹാത്മ്യം തന്നെയാണ് സത്യം. വകിബിരിയായി, എന്റെ വലുപ്പം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അല്ലാഹ് തന്നെ 4 പ്രാവശ്യം സത്യം ചെയ്തിട്ട് അല്ലാഹ് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ലഉഖ്രിജന്ന മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പ്രഖ്യാപിച്ചോ അവനെ നരകത്തിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന്. നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറയാം. ശഫാഅത്തിന്റെ വിഷയം പറയുന്ന ഹദീസിലാണ് ഈ വിഷയം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറയുന്നുണ്ട്, അല്ലാഹുവേ ഇന്നി അസ്അലുക മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ അല്ലാഹുവേ ഞാൻ ചോദിക്കുകയാണ്. ആളുകൾ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടും. നരകത്തിൽ ശാശ്വതത്വം നിത്യവാസം നൽകപ്പെട്ട ആളുകൾ വീഴ്ത്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. കുറ്റങ്ങൾ കാരണം ശിക്ഷ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട്. വൻപാപം ചെയ്തിട്ട് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഈ നിലക്ക് നരകത്തിൽ വീണതിനു ശേഷവും നരകത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പുമൊക്കെ ശുപാർശയുണ്ട്. തെറ്റുകൾ കാരണത്താൽ പലരും നരകത്തിൽ ശേഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ മറുപടി ഹാദിഹി ലി ഹാദിഹി ലി ഹാദിഹി ലൈസ ലക വലാ ലിഗൈരിക, അത് എനിക്കുള്ളതാണ്, അത് നിനക്കോ നീ അല്ലാത്തവർക്കോ ഉള്ളതല്ല. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് വഇസ്സതി വജലാലി വഅളുമതി വകിബ്രിയായി, അള്ളാഹുവിന്റെ മഹത്വം പറയാം. അതിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയാണ് ലഉഖ്രിജന്ന മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ നരകത്തിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പോരാ. പക്ഷെ അതെങ്ങനെ പറയണം? കുട്ടിയെ തൊട്ടിലിട്ടാട്ടുമ്പോ ആ പാട്ടിന്റെ ശൈലിയിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയോ? അല്ലെങ്കിൽ യാചകൻ ഭിക്ഷയാചിച്ച് വരുമ്പോ ആ ഭിക്ഷയ്ക്ക് വേണ്ടി അയാൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ആയാൽ മതിയോ? ഒരിക്കലും പോരാ. എങ്ങനെ പറയണം? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൻ വാഹിദൻ ഖാലിസൻ മുഖ്ലിസൻ വമാത അലാ ദാലിക, ഒറ്റ ദിവസമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസായി കൊണ്ട് പറയാൻ കഴിയണം. വമാത അലാ ദാലിക, അതേ ഇഖ്ലാസോട് കൂടി മരണപ്പെടാനും കഴിയണം. അഥവാ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ദിവസമെങ്കിലും ഇഖ്ലാസോട് കൂടി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് സാധിച്ചാൽ അവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുണയേകുക, രക്ഷയേകുക എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ പരലോകത്ത് രക്ഷയുള്ളൂ. അത് ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ബാധ്യതയാണത് ദഅവത്ത് നടത്തുക എന്നത്. ആളുകൾ കൂടുന്നിടത്ത്, ജനങ്ങൾ കൂടുന്നിടത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനും അവരെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ബാധ്യതകളുണ്ട്. നോക്ക് നിങ്ങൾ, ചില ആളുകൾ ചോദിക്കും, ഈ ഇലക്ഷന്റെ ചൂടിൽ അപ്പോഴും നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ളത്, റിസൾട്ട് കാത്തിരിക്കാം അപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ളത്? അതെ, വലിയൊരു റിസൾട്ട് വരാനുണ്ട് പരലോകത്ത്. അവിടെ വിജയിക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നമ്മൾ മുന്നോട്ട് പോകണം. മക്കയിലെ അറിയപ്പെട്ട മാർക്കറ്റുകളാണ് സൂഖ് ഉക്കാലും സൂഖുദിൽ മജാദും സൂഖുദിൽ മജന്നയുമൊക്കെ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂഖുക്കാൽ ഇന്നും കാണാം. ത്വായിഫിലേക്ക് പോകുമ്പോ കാണാം സൂഖുക്കാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂഖിൽ അങ്ങാടിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് പ്രസംഗിക്കാൻ, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാലേ നിങ്ങൾക്ക് വിജയമുള്ളൂ. ഹവലായ മുടി താഴ്ത്തിയിട്ട ഒരാൾ വന്നിട്ട് പറയാൻ മറുപടി പ്രസംഗം നടത്തുക അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ, ഇന്നഹു സ്വാദിമുൻ ലാ തുസദ്ദിഖു, പുത്തൻവാദിയാണവൻ, അംഗീകരിച്ചു പോകരുതേ, പുത്തൻവാദിയാണെന്ന് പറഞ്ഞ അപ്പുറത്ത് മറുപടി പ്രസംഗം. ആരാ? അബൂലഹബ്. ഇപ്പുറത്ത് അംർ ഇബ്നു ഹിഷാം മണ്ണ് വാരി എറിയ. ആരാ അംർ ഇബ്നു ഹിഷാം? അബൂജഹൽ. മണ്ണ് വാരി എറിഞ്ഞിട്ട് പറയാൻ ലാ തുസദ്ദിഖു എന്ന്. ജാഹിലിയത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ജീവിച്ച മുവഹിദായ മനുഷ്യനാണ് ഖുസ് ഇബ്നു സാഇദ അൽ-ഇയാദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തെ സൂഖ് ഉക്കാലിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുവന്ന ഒട്ടകപ്പുറത്തിരുന്ന് ആഖിറത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഖുറൈശികളെ, നിങ്ങളുടെ വിശ്വാസം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച മില്ലത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂഖുക്കാലിൽ ഒട്ടകപ്പുറത്തിരുന്ന് ഖുസ് ഇബ്നു സാഇദ അൽ-ഇയാദി പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഫാ ഖുമ്മിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ദഅവത്ത് നടത്തിയത് നമുക്കറിയാം. സഹോദരങ്ങളെ, അതാണ് അമ്പിയാക്കളുടെ മാതൃക. അതുകൊണ്ട് ജനങ്ങൾ കൂടുന്നിടത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവരെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് തൗഹീദി പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സമൂഹം ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്നത്തുകൾ മുറുകെ പിടിച്ച് മുവഹിദായി സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഇന്ന മിൻ വറായികും അയ്യാമൻ, സഹാബത്തിനോട് പറയാൻ ഒരു കാലം വരാനുണ്ട്, അന്ന് അസ്സബ്റു ഫീഹിന്ന, ക്ഷമയോടുകൂടിയ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾ അവർക്ക് മിസ്ലു അജ്രി 50 റജുലൻ, 50 ആളുകളുടെ കൂലി, 50 ആളുകളുടെ കൂലി ഒരാൾക്ക് കിട്ടും. യഅമലൂന മിസ്ല അമലിക്കും, നിങ്ങൾ അമൽ ചെയ്യുന്നത് പോലെ അവർ അമൽ ചെയ്താൽ അവർക്ക് 50 ആളുകളുടെ കൂലി കിട്ടും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങളിൽപ്പെട്ട 50 ആണോ? സഹാബത്ത് ചോദിക്കണം, ഞങ്ങളിൽപ്പെട്ട 50 സഹാബികളുടേതാണോ? അതല്ല, അവരിൽപ്പെട്ട 50 ആളുകളുടെ കൂലിയാണോ അവർക്ക് കിട്ടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും, സഹാബികളായ നിങ്ങളിൽ 50 ആളുകൾ ചെയ്യുന്ന പ്രതിഫലം അവർക്കന്ന് കിട്ടും. ഈ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. വലിയ പ്രതിഫലമാണ്. എന്തായാലും ഖിയാമത്ത് നാൾ വരെ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നും ഈ ഭൂമുഖത്തുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ, ആ ത്വായിഫത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. സുന്നത്തുകൾ പരമാവധി നമ്മൾ അനുഷ്ഠിക്കുക. പലപ്പോഴും സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്നു, ബിദ്അത്തുകൾ രംഗപ്രവേശനം ചെയ്യുന്നു. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഒരു മയ്യത്ത് സന്ദർശിക്കാൻ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും പല ബിദ്അത്തുകളും കാണിച്ചു കൂട്ടാറുണ്ട്. നമ്മൾ ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, പക്ഷെ നമ്മൾ അവിടെ പാലിക്കേണ്ട ചില സുന്നത്തുകൾ അത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. മയ്യത്ത് കാണുക എന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമല്ല, അതൊരു കർമ്മമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഒരു അവസാനത്തെ കാഴ്ച എന്നുള്ള നിലക്ക് കാണുന്നതിന് വിരോധമില്ല, പക്ഷെ കാണൽ വലിയ കർമ്മമായിട്ട് മാറാറുണ്ട് പലപ്പോഴും. കാണലല്ല പ്രാധാന്യം. ആ മയ്യത്തിന്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്തഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി.
അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. അദ്ദേഹത്തിന്റെ പദവി സന്മാർഗികളിൽ ഉയർത്തണേ. ഞങ്ങൾക്കും അദ്ദേഹത്തിനും പുറത്തു തരണേ. അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കണേ. ഖബറിൽ അദ്ദേഹത്തിന് പ്രകാശം നൽകണേ തുടങ്ങിയ പ്രാർത്ഥന മയ്യത്ത് സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ കണ്ടുപോരും എന്നതിലധികം പലപ്പോഴും പലരും അത് ചെയ്യാറില്ല. അത് നമ്മൾ പ്രാവർത്തികമാക്കുക. ഈ രൂപത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ആ സുന്നത്ത് ജീവിപ്പിക്കാനുള്ളത് നമ്മളാണെന്ന ബോധ്യത്തോടു കൂടി അത് പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന സൗഭാഗ്യന്മാരെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.